അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചേന കൊണ്ട് അടിപൊളി ഒരു ഫ്രൈ ആണ്, ചേന കൊണ്ടാട്ടം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 1/2 കിലോ ചേന നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കനം കുറച്ച് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇത് നമ്മൾ 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയതാണ്. നമുക്കിത് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/4 സ്പൂണോളം ഗരം മസാല, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ നമുക്ക് കുറച്ചൊരളവിലാണ് അത് എടുത്തിരിക്കുന്നതല്ല. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്കിതിലേക്കൊരു വലിയ സ്പൂണിന് 2 സ്പൂണോളം കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഒരു 2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നമുക്ക് ചേനയിലൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ചേനയിലെ നനവുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ. ചേനയുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇത് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മൂടി വെക്കണം. നമുക്കിതൊന്ന് മൂടി വെച്ചാൽ നമ്മളിത് പെട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എണ്ണയൊക്കെ എടുത്ത് പാം ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിലൊക്കെ നല്ലൊരു ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഒന്ന് ഇട്ട് വളർത്തുക. ഇത് നമുക്ക് 2 ട്രിപ്പായിട്ട് ഇടാം. ഇത് ചെറുതായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാലയൊക്കെ വിട്ടു പോകും. അതുകൊണ്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കും. കോരി മാറ്റിയേക്കാം. ഇവിടെ നമുക്ക് വാർത്തെടുക്കാം. ഇതും റെഡിയായിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റിയേക്കാം. കറിവേപ്പില കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചേന കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഐറ്റമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.